ഹലോ ഓൾ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ദുബായിലെ ഗ്ലോബൽ വില്ലേജിലാണ്. അപ്പോൾ നമുക്ക് ഗ്ലോബൽ വില്ലേജിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാ നേരെ കയറാൻ പോവാണ്. ടിക്കറ്റൊക്കെ എടുത്തു. ഇനി ഇതാ ഗ്ലോബൽ വില്ലേജിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. രാത്രിയിലെ വ്യൂ എന്ന് പറയുന്നത് വേറെ തന്നെയാണ് കേട്ടോ. ഈ ഒരു ലൈറ്റ്സും ഈ ഒരു ഡെക്കറേഷൻസൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. പിന്നെ ഈ ലൈറ്റ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചില സമയത്ത് പിങ്ക് ആയിരിക്കും, ബ്ലൂ ആയിരിക്കും, അങ്ങനെ അത് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ടിക്കറ്റൊക്കെ ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ കഴിയുന്നതും ഓൺലൈനിൽ എടുക്കുക. ഓൺലൈനിൽ എടുക്കുമ്പോൾ നമുക്ക് റിഡക്ഷൻ കിട്ടുന്നതാണ്. അല്ല നേരിട്ട് അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ വന്നിട്ട് എടുക്കുമ്പോൾ കുറച്ചധികം ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വീക്ക് ഡേയ്സിൽ ടിക്കറ്റ് ചാർജ് കൂടുതലാണ്, അതർ ഡേയ്സിൽ കുറച്ചും കൂടി കുറവാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വരിക. പിന്നെ ഇതാ ഇവിടെ ഒരു അറൗണ്ട് 26 പാവലിയോൺസ് ഉണ്ട്. ഒരു അറൗണ്ട് 70 കൺട്രീസിൻ്റെ സ്റ്റാൾസ് ഉണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ കാണുമ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും കാണാം. ഇതവിടെ കുവൈത്ത് ഉണ്ട്, അതുപോലെ ചില കോണ്ടിനെൻസിൻ്റെ ഉണ്ട്. ഇവിടെ യമൻ ഉണ്ട്. പിന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടർക്കിഷ് ഐസ്ക്രീം ഉണ്ട്. അവിടെ അവരിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ബഹ്റൈൻ ഉണ്ട്, ഈജിപ്ത് ഉണ്ട്. ഈ കാണുന്നതാണ് ഈജിപ്തിന്റെ പാവലിയോണ്. മെയിനായിട്ട് ഇവിടെ ഷോപ്പിംഗ് ആണ്. പിന്നെ കൂടുതലും ഡ്രസ്സസ് അങ്ങനത്തെ നമുക്ക് ഷോപ്പ് ചെയ്യണമെങ്കിൽ ഷോപ്പ് ചെയ്യാം. ഈജിപ്തിന്റെ സ്റ്റാളിൽ അവരുടെ ഒരു കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോരോ തിങ്സ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു രാജ്യത്തെ ആക്സസറീസും അവരുടെ ആ ഒരു ഡ്രസ്സിങ്സും ക്ലോത്തിങ്സും ഒക്കെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഓരോ രാജ്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ്റെ ഡ്രസ്സിങ്ങും ക്ലോത്തിങ്സും അതുപോലെ ആക്സസറീസൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സൗദി. പിന്നെ സൗദീൻ്റെ സ്റ്റാളിൽ കയറുമ്പോൾ അവിടെ ഒരുപാട് നല്ല ഫ്രഷ് ഡേറ്റ്സ് കിട്ടും. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് ഉണ്ടാവും. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഇതൊക്കെ അവർ നമുക്ക് സെർവ് ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിച്ചാൽ മതി. എപ്പോൾ പോകുമ്പോഴും അവിടെ പോയാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് അവർ നമുക്ക് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് തരും. പിന്നെ ഇവിടെ മെയിനായിട്ട് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഒരുപാട് 200ഓളം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ സ്ട്രീറ്റ് ഫുഡ്, ഏത് രാജ്യത്തെ സ്ട്രീറ്റ് ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. തായ്ലാൻഡിലെ സ്ട്രീറ്റ് ഫുഡ് ആണെങ്കിലും ടർക്കിഷ് സ്ട്രീറ്റ് ഫുഡ് ആണെങ്കിലും ഏത് രാജ്യത്തിലാണെങ്കിലും നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ കാണുന്നതാണ് ചൈനേൻ്റെ സ്റ്റാളാണ് കാണുന്നത്. ഈ രാത്രിയിലെ കാഴ്ച വേറെ തന്നെയാണ് കേട്ടോ. ഇത് ഈ ഒരു ചൈന ടൗണിൻ്റെ ഒക്കെ ആ ഒരു ലുക്കിൽ അവർ ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ ഈ ലൈറ്റ്സും കാരണമൊക്കെ ഒരു അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഒരു ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈവനിങ് ടൈമിലെ കാഴ്ചയും കാണാം. അതുപോലെ ഈ നൈറ്റ് ടൈമിലെ ഈ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടെ കിഡ്സിൻ്റെ ആ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കയറാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റൈഡ്സ് ഉണ്ട്. ഇവിടെ ഒമാനിൻ്റെ അതുപോലെ അഫ്ഗാനിസ്ഥാൻ്റെ ഒക്കെ സ്റ്റാളാണ് വരുന്നത്. പിന്നെ ഇത് ഗെയിംസിൻ്റെ ഒരു സെക്ഷൻ തന്നെയാണ്. ഒരുപാട് വെറൈറ്റീസ് റൈഡ്സ് ഉണ്ട്. പിന്നെ അതിനായിട്ട് ഒരു കാർഡ് ഉണ്ട്. ആ കാർഡ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റൈഡ്സിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടെ മെയിനായിട്ട് ഫുഡ് അടിക്കാൻ വരുന്നവർക്ക് അങ്ങനെയും ഫോക്കസ് ചെയ്തിട്ട് വരാം. കാരണം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഫുഡ് ഉണ്ട്. ഇപ്പോൾ തായ്ലാൻഡ് നോക്കുകയാണെങ്കിൽ തായ്ലാൻഡിലെ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ട്. അതുപോലെ അങ്ങനെ ഒരുപാട് ടർക്കിഷ് ഷവർമ, അങ്ങനെ ഒരുപാട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള പല വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ട്. പിന്നെ കുറച്ച് കോസ്റ്റ്ലി ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ കുറച്ച് ക്യാഷൊക്കെ കരുതിയിട്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കുറേ റൈഡ്സ് ഉണ്ട്. നമ്മൾ കുറച്ച് റൈഡ്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഫെറി വീൽ ഉണ്ട്. അതുപോലെ കാർ റേസിംഗ് ഉണ്ട്. ഇതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാർ റേസ് വളരെ ഫണ്ണായിരുന്നു കേട്ടോ ഇതിലൊക്കെ കയറിയപ്പോൾ. പിന്നെ ഇവിടെ സ്റ്റേജ് ഷോസ് നടക്കാറുണ്ട്. മെയിൻ സ്റ്റേജ് ഉണ്ട്, അതുപോലെ വേറെയും കുറച്ച് ചെറിയ ചെറിയ സ്റ്റേജുകളുണ്ട്. സ്റ്റേജ് ഷോ ഒരു 10 o'clock ഒക്കെ ആകുമ്പോഴേക്കും സ്റ്റേജ് ഷോ ഒക്കെ തീരും. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും സ്റ്റേജ് ഷോ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് വന്നിരുന്നപ്പോൾ സ്റ്റേജ് ഷോ കണ്ടിരുന്നു. അന്ന് സോനു നിഗമിൻ്റെ ലൈവ് കൺസേർട്ടൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ഇവിടെ ഒരുപാട് ദൂരം, കുറേ ദൂരം നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ കഴിയുന്നതും സ്ട്രോളർ കയ്യിൽ വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു മെയിൻ ഗേറ്റിൻ്റെ അവിടെ നമുക്ക് റെൻറ്റിന് സ്ട്രോളറൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ മാറ്റ് കിട്ടും. അതുപോലെ ഷോപ്പിങ്ങിനായിട്ട് വരുന്നവർക്ക് ട്രോളീസൊക്കെ ലഭിക്കുന്നതാണ്. കൊച്ചു കുട്ടികൾക്കാണെങ്കിലും സീനിയർ സിറ്റിസനാണെങ്കിലും ഒക്കെ ഇവിടെ വരാവുന്നതാണ്. അതിനൊക്കെയുള്ള ആ ഒരു ഫെസിലിറ്റീസും ട്രാൻസ്പോർട്ടും ഒത്തിരി ദൂരം നടക്കാണ്ട് തന്നെ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ചാർജ് ഉണ്ട്. റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കി തരുന്നതാണ്. പിന്നെ വിന്റർ സീസണിൽ മാത്രമേ ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആയിട്ട് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്ലോബൽ വില്ലേജിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.